ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ദോശയുടെ ഒക്കെ കൂടെ കൂട്ടായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. അതിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് ഒരു വലിയ സവാള മൊത്തമായിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ഈ സമയത്ത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്നിട്ട് കിട്ടും. നമുക്ക് നന്നായിട്ട് നമ്മുടെ സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ എത്രത്തോളം നമ്മുടെ ഈ സവാള അല്ലെങ്കിൽ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഈ കൂട്ടിൻ്റെ ടേസ്റ്റ് കൂടും, നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടും. ഇപ്പം നമ്മുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷവും പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ ഏകദേശം ഇത്രത്തോളം മതിയാകും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതേ ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളി കൂടി നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പെട്ടെന്ന് തക്കാളി വെന്തിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓൾസോ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ കറിവേപ്പില കുറച്ച് തോനെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മുടെ ഈ ഒരു ഡിഷ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പച്ച കുത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രത്തോളം മതി. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത് നമ്മുടെ ഈ കൂട്ട് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു ജാറിലേക്ക് മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടുള്ളൊരു തരിയൊക്കെ ഇരുന്നോട്ടെ. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം. ഇത് ഇത്രത്തോളം മതിയാവും. നമുക്കിനി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ദോശയ്ക്ക് വല്ല കറി എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.